ഹായ് 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 ഷെമീൻ സാറാണേ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തുകൊണ്ടാണ് മാഷ് മാസ്ക് ഒക്കെ ഇട്ട് വന്നത്, മാഷിന് പനിയാണോ എന്ന്. ഇനി എനിക്ക് പകരാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ മാഷ് മാസ്ക് ഇട്ട് വന്നത്. നിപ്പ വൈറസ് ഇങ്ങനെ പടർന്ന് പിടിക്കണം. നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോ, അപ്പൊ അതൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കാണ്. അപ്പൊ അതുകൊണ്ട് മാഷ് വേഗം ഒരു മാസ്ക് ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ആരില്ല, അതുകൊണ്ട് മാഷ് മാസ്ക് ഊരി വെച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ വോളിയം എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ വ്യാപ്തം എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കിന്ന് പഠിക്കാം. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? നിങ്ങൾ എല്ലാവരും ലൈവില് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ എന്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ക്യൂബ് അല്ലെങ്കിൽ ക്യൂബോർഡ്. ക്യൂബോർഡ് എന്ന് വെച്ചാൽ റെക്ടാങ്കുലാർ ബോക്സിനെ കുറിച്ചാണ് പറയുന്നത്. ചതുരക്കട്ട, അങ്ങനെയുള്ള വ്യത്യസ്ത ഷേപ്പുകളെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുണ്ടാവും. റെക്ടാങ്കുലാർ ബോക്സിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യൂബ് അത്തരത്തിലുള്ള ഷേപ്പിന്റെ വോളിയം വ്യാപ്തം കാണുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലേ. വോളിയം എങ്ങനെയാണ് നമ്മൾ കാണാറ്? ഇത് ഇവിടെ ഞാനൊരു ചതുരക്കട്ട തന്നിട്ടുണ്ട്. ഇതിന്റെ നീളം എന്താണ്, വീതി എന്താണ്, ഉയരം എന്താണ്? ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം. ഈ സൈഡിലുള്ളത് നീളമായിട്ട് എടുത്താല് അതിന് മറ്റേ സൈഡിലുള്ള അളവ് നമ്മൾ വീതിയായിട്ട് എടുക്കണം. പക്ഷെ എപ്പോഴും കുത്തനെയുള്ള അളവ് എന്തായിരിക്കും? ഉയരം, ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വീതിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നീളായിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് നീളം വീതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാട്ടോ. പക്ഷെ ഉയരം പോയി എന്തായിരിക്കും? കുത്തനെയുള്ള അളവായിരിക്കും ഉയരം. ഹൈറ്റ്, ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, കുത്തനെയുള്ളത് ഹൈറ്റ്. അല്ലെങ്കിൽ ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്, എങ്ങനെയാണെങ്കിലും കുത്തനെയുള്ളത് ഹൈറ്റ്, ഉയരം. വോളിയം എങ്ങനെയായിരുന്നു നമ്മൾ കാണാറ്? വോളിയം അഥവാ വ്യാപ്തം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം അഥവാ വ്യാപ്തം കിട്ടും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ എന്നെ പറയല്ലോ, ഈ ചതുരക്കട്ടയുടെ അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? സമചതുരക്കട്ട എന്ന് വിളിക്കാം. കാരണം എന്താ? നീളവും വീതിയും ഉയരവും സെയിം ആണ്. ഇംഗ്ലീഷിലാവുമ്പോ ഈ റെക്ടാങ്കുലർ ബോക്സിനെ വേണം ഈ ക്യൂബ് എന്ന് വിളിക്കുക. കാരണം എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. ഇതിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളം 1 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ, അതുപോലെ ഉയരം 1 സെന്റിമീറ്റർ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്താ? 1 ഇൻറ്റു 1 1. ആ 1 ഇൻറ്റു 1 വീണ്ടും 1 മൾട്ടിപ്ലൈ, വീണ്ടും 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്താ? 1 തന്നെയല്ലേ. ഒരു എന്താണ് ഈ ക്യൂബിന്റെ ആണെങ്കിലും റെക്ടാങ്കുലർ ബോക്സിന്റെ ആണെങ്കിലും വോളിയം പറയുമ്പോ നമ്മൾ എന്ത് കൂടെ ചേർക്കും? ആ ഒരു ക്യൂബിക് സെന്റിമീറ്റർ കൂടെ ചേർക്കണം. എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. വോളിയം പറയുമ്പോൾ കൂടെ എന്താ ചേർക്കല്? നമ്മള് അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ് തന്നെങ്കിൽ ഒരു ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയും. ഈ അളവുകളൊക്കെ മീറ്ററിലാണ് തന്നെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയും. ഇതിന് വേണമെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കി CC എഴുതാം. എന്തെയ്താ? CC എഴുതാം. അല്ലെങ്കിൽ ചുരുക്കിയിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ചുരുക്കിയിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഘന സെന്റിമീറ്റർ ഒരു CC. മലയാളത്തിലാവുമ്പോ ഘന സെന്റിമീറ്റർ, ഇംഗ്ലീഷിലാവുമ്പോ ക്യൂബിക് സെന്റിമീറ്റർ. ഒരു ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വോളിയം. എങ്ങനെ കിട്ടി വോളിയം? നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ നമുക്ക് വോളിയം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു ചതുരക്കട്ട തന്നിട്ടുണ്ട്. റെക്ടാങ്കുലാർ ബോക്സ് അല്ലെങ്കിൽ ക്യൂബോർഡ് എന്നൊക്കെ വിളിക്കാം. വേറൊരു ചതുരക്കട്ട ഇവിടെ മാറ്റി തന്നിട്ടുണ്ട്. ഇതിന്റെ വോളിയം എന്താ? ഇതിന്റെ വ്യാപ്തം എന്താ? വോളിയം അഥവാ വ്യാപ്തം എങ്ങനെ കാണുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്താ? കുത്തനെയുള്ള അളവ്. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്താൽ നമുക്ക് വോളിയം അഥവാ വ്യാപ്തം കിട്ടും. ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്. അപ്പൊ ഇത് 5 ഇൻറ്റു 3 ഇൻറ്റു 2 ചെയ്താൽ ഇതിന്റെ വോളിയം കിട്ടുമല്ലോ, വ്യാപ്തം കിട്ടുമല്ലോ. ഇതിന്റെ വ്യാപ്തം എന്താ? 5 ഇൻറ്റു 3 ഇൻറ്റു 2. 5 ഇൻറ്റു 3 15. 15 ഇൻറ്റു 2 30. 5 ഇൻറ്റു 3 ഇൻറ്റു 2 എന്താ? 30.
30 സി സി. വോളിയത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ പോയി നമ്മൾ സി ക്യൂബിക് സെന്റിമീറ്റർ നേടിയണം, അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ നേടിയണം. ചിലപ്പോ നമ്മള് ക്യൂബിക് മീറ്റർ എന്നായിരിക്കും, ക്യൂബിക് സെന്റിമീറ്ററിന് പകരം ക്യൂബിക് മീറ്റർ എന്നായിരിക്കും ആഡ് ചെയ്യുക. അതെപ്പോഴാണ്? അത് അളവുകള് മീറ്ററിൽ എടുക്കുമ്പോ, അളവുകൾ സെന്റിമീറ്ററിൽ എടുത്തോണ്ട് ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? 30 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഈ ചതുരക്കട്ടയുടെ, ഈ റെക്ടാങ്കുലർ ബോക്സിന്റെ അളവ്. എങ്ങനെ കണ്ടെത്തി? നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത്. സിമ്പിൾ ആണ് അല്ലെ? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ ചതുരക്കട്ടയുടെ, ഈ റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം, വ്യാപ്തം എന്തായിരിക്കും? നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ. വ്യാപ്തം അഥവാ വോളിയം എന്താണ്? വോളിയം അഥവാ വ്യാപ്തം. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, 7 ഇൻറ്റു 4 ഇൻറ്റു 2 ചെയ്താൽ മതി. എല്ലാതിന്റെ അളവുകൾ തമ്മിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാ അളവുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വോളിയം കിട്ടും അല്ലെ? വ്യാപ്തം കിട്ടും. 7 ഇൻറ്റു 4 28, 28 ഇൻറ്റു 2 56, 56 സി സി ഘന സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇത് ഈ ചതുരക്കട്ടയുടെ, ഈ റെക്ടാങ്കുലാർ ബോക്സിന്റെ വോളിയം അഥവാ വ്യാപ്തം. അങ്ങനെയാണെങ്കിൽ വേറൊരു ചതുരക്കട്ട, എല്ലാ ചതുരക്കട്ടയുടെ ഉത്തരം നിങ്ങൾ ഉറപ്പായിട്ട് പറയുന്നത് എനിക്കറിയാം. പക്ഷെ ഈ ചതുരക്കട്ടയെ നമുക്ക് എന്തും കൂടെ വിളിക്കാം? നീളവും വീതിയും ഉയരവും സെയിം ആയുണ്ട്. ചതുരക്കട്ടയെ നമുക്ക് സമചതുരക്കട്ട എന്ന് വിളിക്കാം. റെക്ടാങ്കുലർ ബോക്സിനെ നമുക്ക് ക്യൂബ് എന്നും വിളിക്കാം അല്ലെ? ഇതിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇതിന്റെ വോളിയം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഇടണം. വോളിയം എങ്ങനെ കാണാം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണല്ലേ? വോളിയം കാണാൻ വേണ്ടിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വ്യാപ്തം കിട്ടും അഥവാ വോളിയം കിട്ടും. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് അതിനെ വേർഡിലാക്കി എഴുതുമ്പോ ദി വോളിയം ഓഫ് എ റെക്ടാങ്കുലാർ ബ്ലോക്ക് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത് അഥവാ അതിന്റെ പ്രൊഡക്റ്റ് എടുത്തതാണ് അതിന്റെ വോളിയം. ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിലും പഠിച്ചാണ്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മാഷിനാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേ ഈ ഹോംവർക്കിന്റെ ഉത്തരം കണ്ടെത്താ, എന്നിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം അറിയിക്കാം കേട്ടോ. അതിനൂടെ മാഷ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം കേട്ടോ. നല്ല വ്യൂസ് ഉണ്ടായിരിക്കണം നമ്മൾ മാക്സിമം എല്ലാ വീഡിയോയും. അപ്പൊ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ അയച്ചു കൊടുക്കുക. അതുപോലെ ലൈക്ക് അടിക്കാൻ പറഞ്ഞവർ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്കിത് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എല്ലാ മക്കളും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഇവിടെ മാഷ് വേറൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ഇടാൻ പറ്റുന്ന കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുന്ന കമന്റ് ബോക്സിൽ ഇടുക. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളിത് ലൈവ് ചെയ്തിരുന്നു. അപ്പൊ ലൈവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വോളിയം എന്നുള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ലൈവ് മാഷ് ചെയ്തിരുന്നു, അത് കാണാം കേട്ടോ. അപ്പൊ സെക്കൻഡ് പാർട്ട് ലൈവും മാഷ് വൈകാതെ വരും. ഈ മാഷ് നിങ്ങൾ ആ ലൈവിലും അതുപോലെ ഇതുപോലുള്ള ചെറിയ കുഞ്ഞു വീഡിയോസിലായിട്ടും കാണാം കേട്ടോ. മാഷ് പോണേ, ബൈ ബൈ.